ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് കുറച്ച് വിഷയങ്ങളോട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വാർത്ത ചെയ്തിരിക്കുന്നത്. അതുപോലെ ഖമനേയി പറഞ്ഞ എക്സാക്റ്റ് വാചകം എന്ന് പറഞ്ഞാൽ US ഗോട്ട് എ ഹാർഡ് സ്ലാപ്പ് എന്നാണ് ഖമനേയി പറഞ്ഞിരിക്കുന്നത്. US ഗോട്ട് എ ഹാർഡ് സ്ലാപ്പ്, അതായത് ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റിയിൽ US നടത്തിയ ആക്രമണത്തിനെ വളരെ ലാഭകത്തോടു കൂടിയാണ് ആയത്തുള്ള ഖമനേയി ഇങ്ങനെ തള്ളിക്കളയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വന്നിരിക്കുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ഇറാന് വളരെ വലുതാണ്. ആയത്തുള്ള ഖമനേയെ സംബന്ധിച്ചിടത്തോളം 20 വർഷത്തെ അധ്വാനം, 20 years എഫേർട്ടാണ് US ഒറ്റ രാത്രി കൊണ്ട് തച്ച് തകർത്ത് കളഞ്ഞത്. ഇതിനെ ചൊല്ലി അമേരിക്കയുടെ സൈഡിൽ നിന്ന് പീറ്റർ ഹെഗ്സത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കാണ്. ഇറാന് സ്വപ്നങ്ങളിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആക്രമണമാണ് അമേരിക്ക നൽകിയത് എന്ന് പീറ്റർ ഹെഗ്സത്ത് പറഞ്ഞത്. പെന്റഗന്റെ ഭാഗത്ത് നിന്ന് അതിനെക്കുറിച്ചുള്ള മീറ്റിംഗ്, എക്സ്പ്ലനേഷൻസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഇമേജസ് ഒക്കെ വെച്ചിട്ട് ഒരു പ്രസന്റേഷൻ തന്നെ പീറ്റർ ഹെഗ്സത്തിന്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. അപ്പോൾ എന്തായാലും അവർ ക്ലിയർ ആയിട്ട് മെസ്സേജ് എല്ലാം കൺവേ ചെയ്തിട്ടുണ്ട് എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ബെർണി സാൻഡേഴ്സ് എന്ന് പറഞ്ഞത് US കോൺഗ്രസ്മാൻ ആണ്. ഈ ബെർണി സാൻഡേഴ്സ് ആണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ തുടരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ട്രംപിന് പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളി. അതിനൊരുപാട് കാരണങ്ങളും പുള്ളി നിരത്തുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെ ആയാലും ട്രംപ് പറഞ്ഞ ഒറ്റ വാചകത്തിൽ എയർക്രാഫ്റ്റുകളെല്ലാം താഴോട്ട് ഇറക്കി. ട്രംപ് ഇട്ട ഒരു ട്വീറ്റ്, ഒരു കമൻറ്റ്, ഒരു ഫോൺ കോൾ, ഒറ്റ ഫോൺ കോളിൽ യുദ്ധം നിർത്തി കൊടുത്ത നെതന്യാഹുവിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് ഒരു ട്വീറ്റൊക്കെ ട്രംപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത് പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ തന്നെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ല പ്രൈം മിനിസ്റ്ററാണ്. ഈ രീതിയിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്ന നെതന്യാഹുവിനെതിരെ പല ചെറിയ സില്ലി കേസുകളൊക്കെ ഇട്ട് 1000 രൂപ 2000 രൂപയുടെ കേസുകളൊക്കെ കോടതികളിലേക്ക് വലിച്ചഴക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഇസ്രായേൽ ഒഴിവാക്കണം. അത് ഇസ്രായേലിന് തന്നെ അപമാനമാണെന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെയാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. അതൊരു സൈഡിൽ പറഞ്ഞാലും പൊളിറ്റിക്കൽ പോള് ഇസ്രായേലിൻ്റെ ഉള്ളിൽ എടുത്തപ്പോഴത്തേക്കും ഇറാനെ ആക്രമിച്ചതിന് ശേഷം പ്രൈം മിനിസ്റ്റർ നെതന്യാഹുവിനും അതേപോലെ ലിക്വിഡ് പാർട്ടിക്കും നല്ല രീതിയിലുള്ള ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ലിക്വിഡ് പാർട്ടിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന കോയലേഷൻ പാർട്ടികളില്ലേ, അതായത് ഈ ഫാർ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇത്താമർ ബെൻ ഗിവിർ, അതേപോലെ സ്മൂട്രിച്ച്, ഈ പാർട്ടികൾക്കൊന്നും തന്നെ ആ രീതിയിലുള്ള നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് ഈ ഒരു പ്രീ പോളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗാസയിലെ വാറും കൂടെ നിർത്തണം. നമ്മൾ എന്തിനാണ് ഗാസയിലെ യുദ്ധം ഇങ്ങനെ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ നിർത്തണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇസ്രായേലിൻ്റെ നെസറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഈ രീതിയിലല്ല ചർച്ച ചെയ്യേണ്ടത് എന്ന് നെതന്യാഹു വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഗാസയുടെ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഈ ഹമാസ് അതിന് തയ്യാറാവണം. ബന്ദികളെ റിലീസ് ചെയ്തുകൊണ്ട് ഡീമിലിറ്ററൈസ് ചെയ്യണം എന്നാണ് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. മസൂദ് പെസസ്കിയാൻ ഉണ്ടല്ലോ, ഇറാൻ്റെ പ്രസിഡന്റ്, പുള്ളി ഇന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്, അതായത് എനിക്ക് നേരെയും ഡ്രോൺ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഏതോ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി മസൂദ് പെസസ്കിയാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ ഗട്സ് പറഞ്ഞിരിക്കുന്നത് ഖമനേയി വാസ് അവർ ടാർഗറ്റ്. ഖമനേയി നമ്മളുടെ ടാർഗറ്റ് ആയിരുന്നു, പിന്നെ ഒരു ചെറിയ ഗ്യാപ്പിൽ രക്ഷപ്പെട്ടതാണ്. അതിനുള്ള ടൈം കറക്റ്റ് നമുക്ക് സാഹചര്യം ഒത്തു കിട്ടിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അത് കറക്റ്റ് സമയം ഒത്തു കിട്ടിയില്ല. ഇല്ലെങ്കിൽ ആയത്തുള്ള ഖമനേയി ഞങ്ങളുടെ ടാർഗറ്റ് തന്നെ ആയിരുന്നു എന്ന് വളരെ ഉറപ്പിച്ചങ്ങ് പറഞ്ഞിരിക്കുകയാണ്. ഇനിയൊരു അവസരം കിട്ടിയാൽ അത് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചാനൽ 13 എന്ന് പറഞ്ഞ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു മീഡിയയ്ക്ക് ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴാണ് ഇസ്രായേൽ ഗാർഡ്സ് ഇത് പറഞ്ഞിട്ട് ഈ അവതാരകൻ ചോദിക്കുന്നുണ്ട്, ഇതുപോലെ ഈ ആയത്തുള്ള ഖമനേയെ പോലത്തെ ആൾക്കാരെയൊക്കെ എലിമിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് US അപ്രൂവൽ ഉണ്ടായിരുന്നോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. അപ്പം അതിന് ഇസ്രായേൽ ഗട്സ് കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആരുടെയും പെർമിഷൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ തികച്ചും IDFൻ്റെ കൺട്രോളിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിനാണ് ത്രെട്ട് ഉള്ളത്, അതിന് വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഇറങ്ങുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയാണ് കൊടുത്തത്. ഇറാൻ്റെ ഉള്ളിൽ വാണിംഗ് കൊടുത്തിരിക്കുകയാണ് പൊതുജനങ്ങൾക്ക്, അതായത് ഞങ്ങൾ വീണ്ടും ഈ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഞങ്ങൾ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഇൻ്റർനെറ്റൊക്കെ നമ്മൾ റീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ മൊസാദുമായിട്ടുള്ള കണക്ഷൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോഴും IRGC പേടിക്കുന്നുണ്ട് മൊസാദ് കണക്റ്റിലുള്ള ആൾക്കാർ ഇറാൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുണ്ട് എന്നുള്ളത് ഡേവിഡ് ബാർണർ, മൊസാദിൻ്റെ ചീഫ് തന്നെ ഉറപ്പിച്ചങ്ങ് പറഞ്ഞിരിക്കുകയാണ്. IDFൻ്റെ ഹെഡ് ഓഫ് ഓപ്പറേഷൻസിൻ്റെ ആ ഒരു സ്ഥലത്ത് വന്നിട്ട് സംസാരിച്ചതാണ് ഡേവിഡ് ബാർണർ. പിന്നെ മൊസാദിൻ്റെ സഹകരണം
ഇത്തവണത്തെ ഓപ്പറേഷനിൽ വളരെ വളരെ ക്രൂഷ്യൽ ആയിരുന്നു എന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. കാരണം മൊസാദാണ് കംപ്ലീറ്റ്ലി ഇറാൻ്റെ ഉള്ളിൽ ക്രാക്ക് ഡൗൺ ചെയ്തത്. കാരണം ആ രീതിയിലുള്ള അറ്റാക്കുകൾ തുടങ്ങിയ മുതൽ, ഓപ്പറേഷൻ തുടങ്ങിയത് മുതൽ ഇറാൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഡ്രോൺ വിക്ഷേപണം നടത്തി അവിടുത്തെ റഡാർ സിസ്റ്റങ്ങളും അവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളൊക്കെ തച്ച് തകർക്കാൻ സാഹചര്യം ഒരുക്കിയത്, ഒരു ഗുഡ് സ്റ്റാർട്ടപ്പ് കൊടുത്തത് തന്നെ മൊസാദാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. IRGC വരുന്ന ശനിയാഴ്ച രാവിലെ 8:30 തെഹ്റാൻ്റെ സെൻട്രൽ സ്ക്വയർ എന്ന് പറയുന്ന ഇൻഗ്ലോബ് സ്ക്വയറിൽ നിന്നും ആസാദി സ്ക്വയറിലേക്ക് മാർച്ച് നടത്തും. എന്ത് മാർച്ചാണ്? അതായത് ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കമാൻഡോസ്, അതേപോലെ തന്നെ അവരുടെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ മൃതശരീരമായിട്ട് ഒരു റാലി സംഘടിപ്പിക്കുന്നുണ്ട് ശനിയാഴ്ച. ഈ റാലിയാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ഇറാൻ്റെ ഉള്ളിലേക്ക് എത്രമാത്രം ഡീപ്പായിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നുള്ളതിൻ്റെ അവർ യഥാർത്ഥ പിക്ചർ വിളിച്ച് പറയാൻ പോകുന്നത് ലോകത്തോട്. അവർ 4 മിസൈൽ വിട്ടിട്ട് ഇപ്പോൾ 4 ദിവസത്തേക്ക് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ശരിക്കും ശനിയാഴ്ച ടോട്ടലി ഈ പിക്ചർ മാറുകയാണ്. ഇത് രാവിലെ 8:30 തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഉച്ചയോടുകൂടി ഇത് അവസാനിക്കുന്നതായിരിക്കും. ബഹഷത്ത് ഈ സെഹ്റ എന്ന് പറഞ്ഞ ആ ഒരു സെമിറ്ററിയിലാണ് ഈ ബരിയൽ സെറമണി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട 2-3 ഉദ്യോഗസ്ഥരെ, അതായത് ചീഫ് ഉദ്യോഗസ്ഥരായിട്ടിരുന്ന 2-3 പേരെ ഒരു പള്ളിയിലേക്ക് മാറ്റുകയാണ്, ഒരു മോസ്കിലേക്ക്. ആ മോസ്കിൻ്റെ അടുത്താണ് അവരെ ബരിയൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ ആ ഒരു സെമിറ്ററിയിൽ തന്നെയായിരിക്കും അവരുടെ ബരിയൽ നടത്തുന്നത്. ഈ സീസ് ഫയർ ഉണ്ടാക്കാൻ കാരണമായത് ആയത്തുള്ള ഖമനേയിയല്ല. ആയത്തുള്ള ഖമനേയിക്കും സീസ് ഫയറിനും യാതൊരു ബന്ധമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മസൂദ് പെസസ്കിയാൻ മാത്രമാണ് ഈ ഒരു സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ടത്. അതിലുപരിയായിട്ട് അബ്ബാസ് അരക്ചി, ഈ പൊളിറ്റിക്കൽ വിങ് ആയിട്ടുള്ള ഇറാൻ്റെ ആ ലീഡേഴ്സാണ് ഈ സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് കൺസെൻറ്റ് കൊടുത്തിരിക്കുന്നത്. പെൻറ്റഗണിൽ ഇന്ന് നടന്ന മീറ്റിംഗിൽ പറഞ്ഞത് ഏതാണ്ട് 15 മുതൽ 20 വർഷത്തേക്ക് ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ, അതായത് അവരുടെ ന്യൂക്ലിയർ പ്രോജക്റ്റ് 15 മുതൽ 20 വർഷം ഇനി ഡിലേ ആവും എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ 408 കിലോഗ്രാം 60% എൻറിച്ച്ഡ് യുറേനിയം ഇതുവരെ എവിടെയാണെന്നോ എന്താണെന്നോ ഒരു രീതിയിലുള്ള വിവരവും ഇതുവരെ പുറത്തു കൊണ്ടുവന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ രീതിയിലൊക്കെ പെൻറ്റഗന് ഇത്ര ബോൾഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നമുക്കൊട്ട് മനസ്സിലാവുന്നില്ല. ഈ എൻറിച്ച്ഡ് യുറേനിയം ആദ്യം എവിടെയാണ് എന്താണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഇപ്പം വളരെ ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുന്നത് US-ഉമായിട്ടും ഒരു ചർച്ചയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് പറഞ്ഞല്ലോ വലിയ മിടുക്കനായിട്ട് ഞാൻ യുദ്ധം നിർത്തിക്കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് വീക്ക് ഞാൻ ഇറാനുമായിട്ട് സംസാരിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇറാൻ നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറല്ല, ഞങ്ങൾക്ക് നെഗോസിയേഷൻ വേണ്ട എന്നാണ് പറയുന്നത്. അതായത് വീണ്ടും പഴയതുപോലെ പോയിരിക്കുകയാണ്, വാല് ചുരുണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പം. അപ്പോൾ എന്തായാലും നെതന്യാഹു ട്രംപിനെ വൈറ്റ് ഹൗസിൽ ചെന്ന് മീറ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ചോദിച്ചിരിക്കുകയാണ്. അതിൻ്റെ ടൈം ലൈൻ കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല, പക്ഷേ വിതിൻ ദിസ് വീക്ക്, ഈ ആഴ്ചയിൽ തന്നെ പോകും എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഒന്ന്, ട്രംപിനെയും നെതന്യാഹുവിൻ്റെയും ബന്ധം കുറച്ചുകൂടി ശക്തിപ്പെട്ടിരിക്കുകയാണ് ഇപ്പം. കാരണം ട്രംപിൻ്റെ വാക്ക് കേട്ടാണല്ലോ നെതന്യാഹു ഫ്ലൈറ്റ് താഴെ ഇറക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്രിസിയേഷനൊക്കെ ഇരിക്കുന്ന ഈ ഒരു, അതായത് കൂടുതൽ ബന്ധം ശക്തിപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് അമേരിക്ക ഇസ്രായേലോടൊപ്പം നിന്ന് ഇറാൻ്റെ യുദ്ധത്തിൽ പങ്കെടുത്ത് അവരുടെ ന്യൂക്ലിയർ സെൻറ്റേഴ്സ്, ഫെസിലിറ്റീസ് അറ്റാക്ക് ചെയ്യാൻ കൂടെ നിന്നതിൽ ഒരു അപ്രിസിയേഷൻ നോട്ട് കൊടുക്കാനും, അതിലുപരിയായിട്ട് നെക്സ്റ്റ് എന്താണ് പ്ലാൻ, ഈ ഇറാൻ വരുതിക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്ലാൻ എന്താണ്, വീണ്ടും ഒരു ആക്രമണം നടത്തേണ്ടതുണ്ടോ, എന്താണ് ഇസ്രായേൽ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ, എന്താണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്, ട്രംപിൻ്റെ അഭിപ്രായം എന്താണ്, ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നാണ് വാർത്തകൾ പറയുന്നത്. മിഡിൽ ഈസ്റ്റേൺ വോയിസ് സ്റ്റീവ് വിറ്റ്കോഫ് പറയുന്നത്, സ്റ്റീവ് വിറ്റ്കോഫ് പോയിട്ട് സംസാരിച്ചിട്ട് നേടിയ ഒരു വിഷയങ്ങളും ഇതുവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മൊത്തത്തിൽ ഗാസ വിഷയത്തിലായിക്കോട്ടെ, റഷ്യ ഉക്രൈൻ വിഷയത്തിലായിക്കോട്ടെ, ഒരു വിഷയത്തിലും സ്റ്റീവ് വിറ്റ്കോഫ് പോയിട്ട് ഈ ഇറാനുമായിട്ടും ചർച്ചയ്ക്ക് വന്നത് സ്റ്റീവ് വിറ്റ്കോഫാണ്. ഒരു വിഷയത്തിലും പുള്ളി പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടിയിട്ട് വന്നതായിട്ട് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും സ്റ്റീവ് വിറ്റ്കോഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ രാജ്യങ്ങൾ അബ്രഹാം അക്കോർഡുമായിട്ട് താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലുമായിട്ട് മുസ്ലിം കൺട്രീസിനെ നോർമലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടരും. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, UAE, മൊറോക്കോ, ഇതേപോലത്തെ ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ വന്ന് സൈൻ ചെയ്തതുപോലെ വീണ്ടും കുറച്ച് രാജ്യങ്ങൾ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെയും കൂടി അബ്രഹാം അക്കോർഡിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയമെങ്കിലും സ്റ്റീവ് വിറ്റ്കോഫ് നടത്തും എന്ന് പ്രതീക്ഷിക്കാം. ഈ ഖത്തർ ഇങ്ങനെ ഗാസയിൽ സീസ് ഫയർ കൊണ്ടുവരണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രംപിനോട് നിരന്തരം ഇങ്ങനെ അതിനെക്കുറിച്ച് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ട്രംപിൻ്റെ ഹോട്ടൽ ടെലവീവിൽ അവർ കുറച്ചുകൂടെ കീനായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? ഈ ഗാസ ഭാഗത്ത് ഏതെങ്കിലും ഹോട്ടലുകൾ പണിത് പ്രോപ്പർട്ടി നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ട്രംപിൻ്റെ ഹോൾഡിംഗ് കമ്പനിയാണ് ഈ ട്രംപ് ഇൻ്റർനാഷണൽ ഹോട്ടലിൽ കീപ്പ് ചെയ്യുന്നത്.
ട്രംപിൻ്റെ ഹോൾഡിംഗ് കമ്പനിയുടെ കീഴിലാണ് ഈ ട്രംപ് ഇൻ്റർനാഷണൽ ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും അവർ എക്സ്പാൻഷൻ നോക്കുകയാണ്. എക്സ്പാൻഷൻ വേറെ എവിടെയല്ല, ഗാസയിൽ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ പ്ലാൻ ഇപ്പോഴും ആക്റ്റീവായിട്ടുണ്ടോ എന്നുള്ളത് പലർക്കും ഡൗട്ട്ഫുൾ ആയിട്ടൊരു കാര്യമാണെങ്കിലും ഇതിൻ്റെ മറ്റൊരു സൈഡ് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പദ്ധതി അമേരിക്കയുടെ ഭാഗത്ത് പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഈ ഒരു ഹോൾഡിംഗ് കമ്പനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ആഗ്രഹമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരിനി ഗാസയിൽ നിന്നും ആൾക്കാർ ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു പോയില്ലെങ്കിലും ഹമാസിനെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് ഈ ഗാസയിൽ കിടക്കുന്ന ആ ഒരു കടൽ തീരങ്ങൾ മൊത്തം ട്രംപിൻ്റെ ഈ ഒരു ഹോൾഡിംഗ് കമ്പനി ഏറ്റെടുത്ത് അവിടെ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നതായിട്ടൊരു വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സമഗ്രമായ കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.